ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോഫിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളിൽ ഒട്ടുമിക്ക പേർക്കും തന്നെ നല്ല പരിചയമുള്ള ഒരു കോഫിയാണിത്, ഡൽഗോണ കോഫി. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കോഫിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോഫിയാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ നെസ്കഫെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോടുകൂടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കോഫി മിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം ഈക്വൽ എമൗണ്ടിലാണ് എടുക്കുന്നത്. ഇതിനി ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്റർ എല്ലാവരുടെ കയ്യിൽ കാണണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഇതൊരു വിസ്ക് തന്നെ വേണമെന്നില്ല, സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ ഇട്ടത് ഈ ഒരു മിക്സ് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ക്രീമി ആയിട്ട് എടുക്കണം. ഒരു 5 മിനിറ്റ് ശേഷം ഇങ്ങനെയാണ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട്. ഇപ്പോൾ ക്രീമി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? നല്ല കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കൂടെ ആരുടെയെങ്കിലും ഹെൽപ്പും കൂടി വാങ്ങുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ക്രീമി ആയിട്ട് തന്നെ കിട്ടണം. ഇപ്പോൾ ബീറ്ററിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടും. ഇപ്പോൾ വിസ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ടൈം എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കോഫിയുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഏകദേശം ഒരു 10-13 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് ക്രീമിയാക്കി എടുക്കാനായിട്ട്. ഇത് നമ്മൾ പാത്രം കമഴ്ത്തിയാൽ ഇങ്ങനെ വീഴരുത്, ഇതാണ് ഇതിൻ്റെ ഒരു ഫോം. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇത് 2 രീതിയിൽ സാധാരണ സെർവ് ചെയ്യാറുണ്ട്. ചൂട് പാലിലും സെർവ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ തണുത്ത പാലിലും സെർവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. പാല് കുറച്ച് പഞ്ചസാര ചേർത്ത ശേഷം ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊരു 3/4 ഭാഗത്തോളമാണ് പാൽ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോഫിയുടെ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം കോഫിയുടെ ക്രീം ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം ഈ ഒരു രീതിയിലാണ് ഇത് സാധാരണയായിട്ട് സെർവ് ചെയ്തെടുക്കുന്നത്. നല്ല കട്ടിക്കാണ് കോഫിയുടെ ക്രീം നമ്മളിതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ കോഫി ക്രീമൊക്കെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ചൊന്ന് കോഫി പൗഡർ വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ക്യാpuchino തയ്യാറാക്കുന്നത് പോലെയൊക്കെ തന്നെയാണ്. ക്യാpuchino തയ്യാറാക്കുമ്പോൾ നമ്മൾ കോഫി ക്രീമും അതുപോലെ പാല് നന്നായിട്ട് മിക്സ് ചെയ്താണ് എടുക്കാറ്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ കോഫി ക്രീം മുകളിൽ ഇതുപോലെ ലെയർ പോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുടിക്കുന്ന സമയത്ത് ഇത് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുടിക്കുക. പിന്നെ ഇത്രയ്ക്ക് കട്ടിക്ക് കോഫി ക്രീം വെച്ച് കൊടുത്തപ്പോൾ എനിക്കെന്തോ നല്ല പേഴ്സണലി എത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് നല്ല കടുപ്പായിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇത്രത്തോളം കട്ടിക്ക് ക്രീമൊന്നും വെച്ച് കൊടുക്കേണ്ട, കുറച്ച് മാത്രം വെച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. പിന്നെ കോഫി ലവേഴ്സിനൊക്കെ ഈ ഒരു കോഫി തീർച്ചയായും ഇഷ്ടമാകും. ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കോഫിയല്ലേ. അപ്പോൾ നമുക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിരിക്കണേ. ഇനിയും അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.